ചോദിക്കുന്നു, ക്രിസ്തു ഒരു കാൽപ്പനികതയല്ലേ, ഒരു കെട്ടുകഥ മാത്രമല്ലേ? ഏതോ കാലഘട്ടത്തിൽ പാലസ്തീൻ എന്ന് പറയുന്ന മണ്ണിൽ പിറന്നു വീണ ഒരു കേവലം യഹൂദൻ മാത്രം. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വൈദേശിക വിപ്ലവ സമൂഹത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി വിശേഷ പാർശ്വവൽക്കരിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന സാധാരണപ്പെട്ടതായിരിക്കുന്ന കടലോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അടക്കമുള്ള ഒരു പറ്റം ജനതയുടെ വിമോചകനായി എഴുന്നേറ്റ ഒരു നവോത്ഥാന നായകൻ മാത്രമല്ലേ ക്രിസ്തു എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്. സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. യേശു ക്രിസ്തു ഒരു നവോത്ഥാനത്തിന്റെ നായകൻ തന്നെയാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഉലകത്തിൽ ഉണ്ടാക്കിയ നവോത്ഥാനം പോലെ ഇന്നയോളം ഒരു നവോത്ഥാന നായകന്മാരും ഒരു വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യന്റെ വിചാര വികാരങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് അവൻ മനുഷ്യനാണെന്ന ബോധത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് ലോകത്തിന് നിറകയിൽ അവനെ നിർത്താൻ പര്യാപ്തമാക്കി തീർത്തത് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു വിമോചകനാണ്, അവൻ നവീകരണ കർത്താവാണ്, അവൻ നവോത്ഥാന നായകനാണ്. പക്ഷേ അത് മാത്രമല്ല, അവനൊരു പ്രവാചകൻ കൂടെയാണ്. എന്ത് പ്രവാചകനാണ് അവൻ? കാലത്തെ വിവേചിക്കുന്ന പ്രവാചകൻ. മനുഷ്യ മനസ്സുകളെ വായിച്ചെടുത്ത് അവനെ മനതാരിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രവാചകനാണവൻ. അത് ചോദിച്ചാൽ പറയുന്ന ഒരാളുണ്ട്, ശമരിയാക്കാരി സ്ത്രീ. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും ധാർമ്മികമായ മൂല്യച്യുതികൾ സംഭവിക്കപ്പെട്ടിട്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ആ വനിതയോട് അവളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ കുത്തിപ്പൊക്കി അവളുടെ ജീവിതത്തിന്റെ അധാർമിക വശങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ട് സമൂഹത്തിന്റെ രാജ്യത്തിന്റെ മുമ്പിൽ അവളൊരു തീർക്കത്തക്ക നിലകളിൽ അവളൊരു മനുഷ്യ സ്ത്രീയാക്കി തീർത്തത് യേശു ക്രിസ്തുവിന്റെ പ്രവാചക സാന്നിധ്യമായിരുന്നു. അവൻ പ്രവാചകൻ തന്നെയാണ്. പിന്നെ പറയുന്നവൻ വിപ്ലവകാരിയല്ല. അതെ, അവനുണ്ടാക്കിയ വിപ്ലവം പോലെ ഈ നാട്ടിലും നഗരത്തിൽ ആരാ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ളത്? പക്ഷെ അവന്റെ വിപ്ലവമൊന്നും മനുഷ്യനോടല്ല, സഹോദരങ്ങളോടല്ല. അതിനപ്പുറമായി മനുഷ്യന്റെ നിത്യശത്രുവായി എന്നും ദൈവത്തിനെതിരായി പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ അധിപതിയായി സാത്താനോട് മാത്രമായിരുന്നു. ആ വിപ്ലവത്തിന്റെ അവസാനത്തിന്റെ പൂർത്തീകരണം നടന്നത് കാൽവറി ക്രൂശിലാകുന്നുവെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ തോറ്റവന്റെ മുമ്പിലല്ല ദൈവമക്കളായി നമ്മൾ വന്നിട്ടുള്ളത്. വിജയത്തിന്റെ കൊടികൾ വെന്നിപ്പറക്കുന്ന ആ മഹനീയമായ ക്രൂശിന്റെ ചുവട്ടിലാകയാൽ ആ കരമൊന്നടിച്ചെന്ന് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കാം. അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. വിപ്ലവ നായകൻ ചോര കൊടുത്ത് സമ്പാദിച്ച തന്റെ അരുമ മക്കളോട് പറയുന്നു, നിങ്ങൾ തോറ്റവരല്ല, നിങ്ങൾ വിജയിച്ചവരാണ്. നിങ്ങൾ പരാജിതരല്ല, നിങ്ങൾ വിജയശ്രീ ലാളിതരാണ്. ആ തോറ്റവന്റെ മുഖഭാവം